പക്ഷെ ഭരതനാട്യം നമ്മൾ റിലീസായ സമയത്ത് നമ്മൾ കഥയും കഥാപാത്രത്തിനെ പറ്റിയൊക്കെ ഒരുപാട് സസ്പെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടു പറഞ്ഞില്ല, കുറേ സീക്രസി നമ്മൾ വച്ചായിരുന്നു. അതേപോലെ ഓഡിയൻസ് നമ്മളോട് ചോദിച്ചത് റിലീസ് ചെയ്തപ്പോഴും ആ സീക്രസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു തോന്നുന്നു. അതായത് ഭരതനാട്യം എന്നൊരു പടം റിലീസാകാൻ പോകുന്നത് സീക്രട്ടായിട്ട് വെച്ചോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ആൾ വരാഞ്ഞു തന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒന്നും സീക്രട്ടായിട്ട് വയ്ക്കുന്നില്ല. നമ്മൾ നമ്മുടെ സിനിമയുടെ എന്തൊക്കെ മാക്സിമം നമുക്ക് പറയാൻ പറ്റും, അതായത് നിങ്ങളുടെ ഒരു ആസ്വാദനം എന്താ പറയുക, ആസ്വാദനം അല്ലേ, ആസ്വാദനം അത് പോകാത്ത രീതിയിൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഒരു പരിധിയിൽ നമ്മളിപ്പോൾ ജോണർ വരെ നമ്മൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. വേണമെങ്കിൽ നമുക്കത് ഓക്കെ ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ആകുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി, കോമഡി മൂവി ഇങ്ങനെയൊക്കെ തന്നെ നമുക്കത് അങ്ങനെ ആൾക്കാർ എടുക്കുകയുള്ളൂ. പക്ഷെ നമ്മളിത് ജോണർഷിപ്പിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഇത് ഓഡിയൻസ് വരുമ്പോഴത്തേക്ക് ഓഡിയൻസ് ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ദാറ്റ് നമ്മളൊരു വേറെ ജോണറിലുള്ളൊരു സിനിമയാണ് കാണാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പം ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ പാർട്ട്ണർ തോമസ് തിരുവല്ല ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സെക്കൻഡ് പാർട്ട്. അത് ഇതിൻ്റെ ഒരു സ്റ്റോറി ആകുന്നതിന് മുമ്പേ അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹം തന്നെ പറഞ്ഞ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ദാസൻ്റെ ഒക്കെ പറയുകയും ദാസൻ അതിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്യും ഓൺലൈൻ എഴുതി ഞങ്ങളെ കേൾപ്പിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത്രയും ഗംഭീര സ്ക്രിപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഭരതനാട്യത്തിനേക്കാളും മേളിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും വെറുതെ പറയുമല്ല, പക്ഷേ ഭരതനാട്യം ആക്ച്വലി നല്ല സ്ക്രിപ്റ്റ് ആണോ നമ്മൾ ചിന്തിച്ചു പോകും മോഹിനിയാട്ടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.